ചങ്കിടിപ്പോടെ കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായി 102 സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോൾ മുഖ്യമന്ത്രി ആരെന്ന ചർച്ച മുറുകുകയാണ്. മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചൂടേറിയ ചർച്ച നടക്കുകയാണ്. കേരളം ഇനി ആരുടെ കൈകളിലേക്കെന്ന് ഇപ്പോൾ അറിയാൻ കഴിയും. ഒറ്റ പേര് അറിഞ്ഞതിനു ശേഷം രാഹുൽ ഗാന്ധി ചർച്ചയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജനങ്ങൾ MLA മാരെ തിരഞ്ഞെടുക്കുന്നു. ആ MLA മാർ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നു അതാകും മുഖ്യമന്ത്രി എന്നാണ് ഇപ്പോൾ അറിയുന്നത്. നേതാക്കൾ ആദ്യം ഒറ്റയ്ക്ക് അഭിപ്രായം ആരായാൻ ശ്രമിച്ചു. പിന്നീട് സമവായത്തിനും വിളിക്കുന്നു. കേരളത്തിൽ ഇന്നലെ നടന്ന അച്ചടക്ക ലംഘനം ഏറെ ചർച്ചയായിരുന്നു. ഇനി ആരാണ് മുഖ്യമന്ത്രി എന്നതിനുപരിയായി ഇനി ആരാണ് ആഭ്യന്തരം, ധനകാര്യം എന്നുള്ളത് വലിയ ചർച്ചയാകുന്നു. മാത്രമല്ല, ഉപമുഖ്യമന്ത്രി പദം ലീഗിന് പോകുമെന്ന് ആദ്യം നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അപ്പോൾ ഇത് ഇവരിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ പ്രധാന 4 വകുപ്പുകൾ ലീഗിന് കൊടുക്കേണ്ടി വരും. KC വേണുഗോപാൽ ഏറെ പ്രതീക്ഷയോടെ പുഞ്ചിരിച്ചുകൊണ്ടാണ് അകത്തേക്ക് പോയത്. എന്നാൽ ജെൻസിയുടെ VD സതീശൻ അല്ലാതെ ആരെ അംഗീകരിക്കില്ല എന്ന സാഹചര്യം ഉള്ളതിനാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ കൊടുത്താൽ ഒരുപക്ഷെ ഈ പിടിവലി കുറയാൻ സാധ്യതയുണ്ട്. KC വേണുഗോപാലിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യത. ഹൈക്കമാൻഡിന്റെ പ്രിയപ്പെട്ട നേതാവ് കൂടി ആയതിനാൽ മറിച്ചൊരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. കാത്തിരുന്നറിയണം ആര് ഭരിക്കും കേരളമെന്ന്.